സർപ്രൈസ് വേണം. ടോട്ടല് ഫസ്റ്റ് പാർട്ട് നല്ല ചിരിക്കാനൊക്കെ ഉണ്ട്, സെക്കൻഡ് പാർട്ട് കുറച്ച് ഇമോഷണൽ. അടിപൊളി. ലാസ്റ്റിലെ കരച്ചിരിക്കുന്നു, കരഞ്ഞു പോയി. കൊറേ ആൾക്കാർ കരയുന്നുണ്ട്. അടിപൊളിയാ, ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ അടിപൊളി പടം അല്ലേ? വായ 2 കൊറേ കാലത്തിന് ശേഷം ഒരു പടം കണ്ടിട്ടുണ്ടല്ലോ, കണ്ണൊക്കെ കലങ്ങി, കൊറേ ചിരിപ്പിച്ച്. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഫുൾ കോമഡി, സെക്കൻഡ് ഹാഫ് ആകെ കരച്ചിലായി. ഇമോഷൻ, അതായത് റിലേറ്റ് ചെയ്യാൻ പറ്റിയ എല്ലാവരും ലൈഫ്. ഇത് കാണാൻ എല്ലാവർക്കും തോന്നും നമ്മളെ ലൈഫ്. ഈ പടത്തിന്റെ ഒരു ഹാഷ്ടാഗ് ഉണ്ട്, ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ്. സെയിം സംഭവം കേരളത്തിലെ ഏകദേശം എല്ലാ ബോയ്സിന്റെ അത്രയ്ക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മളെ സ്കൂൾ കാലഘട്ടം, അത് കഴിഞ്ഞിട്ടുള്ള ലൈഫ്. നമ്മള് അപ്പൊ പോയി പെടുന്ന എടുത്തുചാട്ടം കാര്യങ്ങൾ, ഓരോ ലൈഫിൽ അനുഭവിക്കുന്ന സംഭവങ്ങൾ, പിന്നെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ, തിരിച്ചറിവുകൾ, കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മളെ ബ്രദർഹുഡ്, ഫാമിലി, എല്ലാ സംഭവങ്ങളും. വായ 1-നെക്കാട്ടിലും ഒരുപാട് മേലെ ആഷിർ ടീം വന്ന എല്ലാരും. പടത്തിലൊരു നെഗറ്റീവ് എന്ന് പറയാൻ ഒരു സംഭവമില്ല. തിയേറ്ററിൽ ഇറങ്ങി അപ്പൊ തന്നെ റിവ്യൂ ഇടണം തോന്നി. അമ്മ അത് തിയേറ്ററിൽ ഏകദേശം ആളുകൾ ഇങ്ങനെ കുറെ ആളുകളെ എൻ്റെ അടുത്ത് പോയി വീഡിയോ ഒക്കെ എടുക്കണ്ട, കാരണം എല്ലാരും കണ്ണ് കലങ്ങിയിട്ട് അതാണ് ഇങ്ങനെ. പിന്നെ പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ ആഷിർ, അലന്, വിനായക്, എല്ലാരും ഒരു രക്ഷയില്ല. അലന്റെ പെങ്ങൾ, ഇതിൽ ആരൊക്കെ അഭിനയിക്കുന്നുണ്ടോ എല്ലാരും മാക്സിമം എടുത്തുന്നല്ല എടുപ്പിച്ചിട്ടുണ്ട്. അത്ര സംഭവങ്ങൾ പടം നമ്മള് ഒരിക്കലും പറയില്ല പോലെ അഭിനയൊക്കെ കണ്ടിട്ട്. ഡയറക്ടർ സവിൻ എസ്, പക്ഷെ റൈറ്റർ വിപിൻ ദാസ്. ഒരൊറ്റ പേര്, അത് മൂപ്പര് വേറെ ലെവലാണ്. അതായത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ, സിനിമ അല്ല ജീവിതം ഇങ്ങനെ പടച്ചു വിടാണ്. പിന്നെ ബിജുക്കുട്ടൻ, അതേപോലെ അൽഫോൺസ് പുത്രൻ. അതായത് ഇവര് മറ്റേ വായ 1-ലെ മറ്റേ അസീസ്ക, അതേപോലെ കോട്ടൺ നസീർഖാനൊക്കെ കാസ്റ്റ് ചെയ്ത പോലെ ഓരോ നടന്മാരെ കാസ്റ്റ് ചെയ്തിട്ട് ഓരോ കിട്ടും ഉരുക്കിയെടുക്കാണ്. അതേപോലെ അതെ, ഒരു നടനെ എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുമോ അതേപോലെ നമ്മുടെ കോമഡി പീസ് ആയിട്ടുള്ള നടന്മാരൊക്കെ ഇവർ കൊണ്ടുവന്നിട്ട് നമ്മളെ കരയിപ്പിക്കാണ് ഓരോ വെച്ചിട്ട്. സാറൊക്കെ ചെയ്യുന്ന സംഭവം അതാണ്. പിന്നെ മറ്റേ പ്ലംബറായി വരുന്ന അതായത് ശ്രീനാഥ് സാറ്, പുള്ളി ഇതിന്റെ പ്രൊഡ്യൂസറിൽ ഒരാളായിരിക്കും ശ്രീനാഥ് സാറ്. കാരണം പുള്ളി മറ്റേ വ്യസന സമാജത്തിന്റെ ഒക്കെ പ്രൊഡ്യൂസർ ആയിരുന്നു. പിന്നെ അവസാനം വായ 1-ലെ ടീമിന്റെ ഒക്കെ എൻട്രി, കാര്യങ്ങളൊക്കെ ഒരു കംപ്ലീറ്റ് പാക്കേജ്. ഇത് റിവ്യൂ പറയണമെങ്കിൽ കുറെ ടൈം വേണം, അതിനത്ര സംഭവങ്ങൾ. ആദ്യമായിട്ടുണ്ട് ഒരു സിനിമ കഴിഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് റിവ്യൂ പറയാൻ തോന്നിയത്. വായ 2 വിപിൻ ദാസ്.